വീടൊക്കെ കണ്ടുപിടിച്ച് തൈക്കാട് ചെന്നു. അവിടെ ചെന്നപ്പോൾ ആരുമില്ല. അദ്ദേഹത്തിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞു, ഇവിടെ ഞങ്ങൾ ആരെയും കാണാറില്ല, വീട്ടിൽ ഞങ്ങൾ ഒരാളെയും കാണാറില്ല. എന്റെ ഭർത്താവ് മന്ത്രിമന്ദിരത്തിലല്ല താമസിക്കുന്നത്, വല്ലപ്പോഴും അദ്ദേഹം അവിടെ വരും എന്നുള്ളതാണ്. അവിടെ ചെന്നപ്പോ മന്ത്രി ഭയങ്കര തിരക്കാണ്. കാരണം പാവപ്പെട്ടവന്റെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി നോക്കി ക്ഷീണിച്ചിരിക്കല്ലേ, അവിടെ ഭയങ്കര തിരക്ക്. നമ്മളെ കാണാൻ സമയമില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ പിറ്റേ ദിവസം വാ എന്ന് പറഞ്ഞു. ശരി, നമ്മുടെ ആവശ്യക്കാരന്റെ ആവശ്യത്തില്ലല്ലോ. നമ്മൾ പിറ്റേ ദിവസം വെളുപ്പിന് ഈ സമരപ്പന്തലിൽ നിന്ന് ഞങ്ങൾ ചാടി അദ്ദേഹത്തിന്റെ വീടൊക്കെ കണ്ടുപിടിച്ച് തൈക്കാട് ചെന്നു. അവിടെ ചെന്നപ്പോൾ ആരുമില്ല. അദ്ദേഹത്തിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞു, ഇവിടെ ഞങ്ങൾ ആരെയും കാണാറില്ല, വീട്ടിൽ ഞങ്ങൾ ഒരാളെയും കാണാറില്ല. നമ്മൾ പല മന്ത്രിമാരെ നമ്മളൊക്കെ ഓർത്തു. ഞാനൊക്കെ ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ വെളുപ്പിന് 4 മണിക്ക് പോയി നിവേദനങ്ങൾ കൊടുക്കാൻ പോയിട്ടുണ്ട്. എന്റെ വീട്ടിൽ, അതായത് എന്റെ ഭർത്താവ് മന്ത്രിമന്ദിരത്തിലല്ല താമസിക്കുന്നത്, വല്ലപ്പോഴും അദ്ദേഹം അവിടെ വരും എന്നുള്ളതാണ്. അപ്പൊ അതിൽ അങ്ങനെ പറഞ്ഞതിന്റെ ദുരുദ്ദേശം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇവിടേക്ക് വരാൻ ഇഷ്ടപ്പെടാത്ത ഞങ്ങൾ താമസിക്കുന്ന വീടുണ്ട് പത്തനംതിട്ടയിൽ അങ്ങാടിക്കല്. അവിടെ ആരും വന്നിട്ടില്ല. നമുക്ക് അവിടെ CCTV ഉൾപ്പെടെയുള്ളവയുണ്ട്. ഇനി അവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. ഹസ്ബൻഡിന്റെ കാര്യം പറഞ്ഞു കേട്ടോ. അദ്ദേഹം അവിടെയാണ് ഉള്ളത്. അവിടുത്തെ CCTV നമുക്ക് നോക്കാം. അവിടെ ആരും വന്നിട്ടില്ല. സമരപ്പന്തലിൽ നിന്ന് ഞങ്ങൾ ചാടി അദ്ദേഹത്തിന്റെ വീടൊക്കെ കണ്ടുപിടിച്ച് തൈക്കാട് ചെന്നു. അവിടെ ചെന്നപ്പോൾ ആരുമില്ല. അദ്ദേഹത്തിന്റെ ഭർത്താവ് എന്ന് പറഞ്ഞു, ഇവിടെ ഞങ്ങൾ ആരെയും കാണാറില്ല, വീട്ടിൽ ഞങ്ങൾ ഒരാളെയും കാണാറില്ല. വീട്ടിൽ, അതായത് എന്റെ ഭർത്താവ് മന്ത്രിമന്ദിരത്തിലല്ല താമസിക്കുന്നത്, വല്ലപ്പോഴും അദ്ദേഹം അവിടെ വരും എന്നുള്ളതാണ്.